Good morning children. നമ്മൾ ജികെയിലെ 12th ലെസൺ ആണ്. 12th ലെസണിൽ കുറേ ബോൾസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ബോളുകളാണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുട്ബോൾ ബോൾ മാത്രമാണ് നമ്മൾ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫുട്ബോൾ പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ കളിക്കുന്നത് എന്നുള്ളതാണ് പേജ് നമ്പർ 28 കൊടുത്തിരിക്കുന്നത്. ഫുട്ബോൾ പറഞ്ഞാൽ എന്താണ്, ലെറ്റസ് ഫുട്ബോൾ, അതാണ് അല്ല ഫുട്ബോളിനെ കുറിച്ചുള്ള ലെസൺ. ഫുട്ബോൾ ഈസ് ദ വേൾഡ് മോസ്റ്റ് പോപ്പുലർ സ്പോർട്ട്. അതെല്ലാവർക്കും അറിയാലോ അല്ലെ. സ്പോർട്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഫുട്ബോൾ. ഇറ്റ് ഈസ് നാഷണൽ സ്പോർട്ട് ഓഫ് മോസ്റ്റ് യൂറോപ്യൻ ആൻഡ് സൗത്ത് അമേരിക്കൻ കൺട്രീസ്. അതാണ് പറഞ്ഞത്, നാഷണൽ ലെവലിലായിട്ടുള്ള ദേശീയമായിട്ട് തന്നെയായിട്ടുള്ള ഒരു കളിയാണ് ഫുട്ബോൾ. അതെന്താണ്, യൂറോപ്പിലാകട്ടെ സൗത്ത് അമേരിക്കയിലാകട്ടെ എല്ലാ കൺട്രീസിലും ദേശീയമായിട്ട് ഉള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ. ഫുട്ബോൾ ഈസ് ഓൾസോ കോൾഡ് സോസർ. ഫുട്ബോളിന് നമ്മുടെ വേറൊരു പേരാണ് സോക്സേഴ്സ്, SOCCER, സോക്സർ. ഇനി ദ ബോൾ ആൻഡ് പ്ലെയേഴ്സ് എക്യുപ്മെന്റ്. ഇനി നമ്മൾ ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, എന്തൊക്കെയാണ്? ഫുട്ബോൾ നോക്കൂ, ചിത്രത്തിൽ നോക്കുക, ഓരോന്നും നിങ്ങൾ ചിത്രത്തിൽ നോക്കുക. പറയുമ്പോൾ ഫുട്ബോൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇനി ജേഴ്സി, ഫുട്ബോൾ കളിക്കുന്നവർ ഇടുന്ന ഡ്രസ്സിന് ആ ബനിയുടെ പേരാണ് ജേഴ്സി. ഇനി എന്താണ്? ഷിൻ ഗാർഡ്. ഷിൻ ഗാർഡ് പറഞ്ഞാൽ കാലിൽ ഉപയോഗിക്കുന്ന, മുട്ടിന്റെ താഴെ ഒരു കെട്ടുമല്ലേ, അതാണ് ഷിൻ ഗാർഡ്. പിന്നെ എന്താണ്? സോക്സ്. സോക്സ് അതെങ്ങനത്തെ സോക്സ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഷൂസ്, അതെങ്ങനത്തെ ഏത് വിധത്തിലുള്ള ഷൂസ് ആണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി സം വേൾഡ് ഫേമസ് ഫുട്ബോളേഴ്സ്, അത് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുന്ന പ്രധാനികൾ. ഏതൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട്? റൊണാൾഡോ, പിന്നെ ഡേവിഡ് ബെക്ഹാം, പിന്നെ പെലെ, പിന്നെ മറഡോണ, ഇനി ലയോണൽ മെസ്സി. ഇതൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇവരുടെ പേരുകളെല്ലാം നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നവരാണെങ്കിൽ, ഫുട്ബോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവരുടെ പേരെല്ലാം നിങ്ങൾക്ക് പരിചിതമായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി എന്താണ് ഫുട്ബോൾ ഗ്രൗണ്ട്? ഫുട്ബോൾ ഈസ് പ്ലേഡ് ബിറ്റ്വീൻ ടു സൈഡ്സ്. ഫുട്ബോൾ നമ്മൾ കളിക്കണമെങ്കിൽ ആദ്യം രണ്ട് പക്ഷത്തും ആൾക്കാർ വേണം. ഒരു ഭാഗത്ത് മാത്രമല്ല, രണ്ട് ഭാഗത്തും. പ്ലേഡ് ബിറ്റ്വീൻ ടു സൈഡ്, രണ്ട് ഭാഗത്താണ് ആൾക്കാർ നിന്നിട്ട് കളിക്കുന്നത്. ഈച്ച് ടീം ഹാസ് 11 പ്ലേയേഴ്സ്. ഓരോ ടീമിലും എത്ര പ്ലേയേഴ്സ് ഉണ്ടാവും? 11 പ്ലേയേഴ്സ് ആണ് ഉണ്ടാവുക. 11 പേരാണ് ഓരോ ടീമിലും ഉണ്ടാവുക. The duration of the game is 90 minutes split into 2 halves. ഡ്യൂറേഷൻ എത്രയാണെന്ന് പറഞ്ഞാൽ 90 മിനിറ്റ്സ് ആണ് ഒരു കളിക്കുള്ള സമയം. എത്രയാണ് ഒരു പ്രാവശ്യം ഫുട്ബോൾ കളിക്കാനുള്ള സമയം? 90 മിനിറ്റ്സ് ആണ്. അതിന് 2 ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 45 അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. A single reference control the match with the help of the 2 linemen. എന്താണ്? റെഫറി ഉണ്ടാവും. റെഫറി ആണ് ഈ ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന ആള്. The team captain winning the toss can be decided to defend the goal or to kick off. ടീം ക്യാപ്റ്റൻ എന്ത് ചെയ്യണം? ആദ്യം വിന്നിംഗ് ദ ടോസ് ഇട്ടിട്ട് ആരാ ഫസ്റ്റ് കളിക്കുക എന്നുള്ള അവര് തെരഞ്ഞെടുക്കുന്നു. ടീം സ്കോറിംഗ് ദ മാക്സിമം ഗോൾസ് വിൻസ് ദ മാച്ച്. ഇനി ആരാണ് കൂടുതൽ ഗോൾ എടുക്കുന്നത് അവരാണ് കളിയിലെ ജയിക്കുന്നവര്. When both teams score the same goals it is called draw or tie. ഇനി രണ്ടുപേരും ഒരേ ഇതാണ് എടുക്കുന്നതെങ്കിൽ, ഒരേ സ്കോറാണ് എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡ്രോ എന്നോ ടൈ എന്നോ പറയുന്നു. The World Cup is held once in every 4 years. അപ്പൊ വേൾഡ് കപ്പ് എപ്പോഴാണ് ഉണ്ടാവുക? 4 വർഷത്തിൽ ഒരിക്കലാണ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്. ഫുട്ബോൾ വേൾഡ് കപ്പ് എപ്പോഴാണ് നടക്കുന്നത്? 4 വർഷത്തിൽ ഒരിക്കലാണ്. ഇറ്റ് ഈസ് എ പ്രസ്റ്റീജിയസ് മാച്ച്. എല്ലാവർക്കും ഭയങ്കര എന്താണ്, പ്രസ്റ്റീജ് ആയിട്ടുള്ള നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മാച്ച് ആണ്. ഡു യു നോ വിച്ച് ടീം വൺ ദ വേൾഡ് കപ്പ് ഹെൽഡ് ദാസ്? When and where will the next World Cup be held? അത് നിങ്ങൾ കണ്ടുപിടിക്കുക. കഴിഞ്ഞ വേൾഡ് കപ്പ് എവിടെയാണ് നടന്നത് എന്നും ഇനി നെക്സ്റ്റ് വേൾഡ് കപ്പ് എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്നും നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതുക. ഇനി നമ്മൾ പ്ലേ വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞ ലെസൺ 12 നോക്കുക. ഒരുപാട് ഫുട്ബോൾ ബോളുകൾ കൊടുത്തിട്ടുണ്ട്. Balls are various shape and size are used for different sports.
പല സ്പോർട്സിനും പല തരത്തിലുള്ള ബോൾസുകളാണ് ഉപയോഗിക്കുന്നത്. ക്രിക്കറ്റ് പോലെയാണോ വേറെ അതിനെ എടുക്കുക, ഫുട്ബോൾ പോലെയാണോ ക്രിക്കറ്റിനെ എടുക്കുന്നത്? അല്ല, ആ ബോൾ വ്യത്യാസമുണ്ട്. അതേമാതിരി തന്നെ ഓരോരെണ്ണത്തിനും എന്തുണ്ട്, ഓരോ സൈസ് ഉണ്ട്. Let us have a look at the balls used in different sports. ഇനി നമുക്കതിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്, പലതരത്തിലുള്ള ഗെയിംസിന് നമ്മൾ ഏത് തരമെല്ലാം ബോൾസുകൾ ഉപയോഗിക്കുന്നു എന്നാണ്. അടുത്ത നോക്കൂ, സ്നൂക്കർ. സ്നൂക്കർ പറഞ്ഞാൽ നോക്കൂ, പല തരത്തിലുള്ള ബോളുകൾ ഒന്നിച്ചിട്ട് തരിച്ചിട്ടില്ലേ, അതിനെന്താണ് പല തരത്തിലുള്ള കളേഴ്സ് ആണുള്ളത്, അതിനെന്ത് പറയുന്നു, സ്നൂക്കർ എന്ന് പറയുന്നു. രണ്ടാമത്തെ നോക്കൂ, സോഫ്റ്റ് ബോൾ. എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള ബോളാണ്. അത് നോക്കൂ, അത് നമ്മൾ തൊട്ടാൽ തന്നെ അതെങ്ങനെ ഉണ്ടാവും, സോഫ്റ്റ് ആയിട്ടുണ്ടാവും, അതാണ് സോഫ്റ്റ് ബോൾ. അടുത്ത് നോക്കൂ, ക്രിക്കറ്റ് ബോൾ. ക്രിക്കറ്റ് ബോളിന്റെ ഷേപ്പ് നോക്കുക, റെഡ് കളറിൽ എല്ലാ കളറും ഉണ്ടാവും. അത് നോക്കൂ, ക്രിക്കറ്റിന് ഉപയോഗിക്കുന്ന ബോളിന്റെ ഷേപ്പ് നിങ്ങൾ അതെന്തെങ്കിലും നോക്കണം, ബുക്കിൽ തന്നെ നോക്കി പഠിക്കണം. ഇനി എന്താണ്, റഗ്ബിയാണ്. റഗ്ബി ബോൾ, അതും ഒരു ബോളാണ്, ഓവൽ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി എന്താണ്, ഗോൾഫ്. ഗോൾഫ് ആണ്, അത് വൈറ്റ് കളർ ബോളാണ്. അടുത്ത നോക്കൂ, ഫുട്ബോൾ ആണ്. ഫുട്ബോൾ നമുക്ക് പരിചയമായിട്ടുള്ളതാണ് ഫുട്ബോളും ക്രിക്കറ്റ് ബോളും ഒക്കെ അല്ലേ. അടുത്ത നോക്കൂ, പോളോ. പോളോ ആണ്, അത് ഏറ്റവും വലിയ ഫുട്ബോളിനെക്കാളും വലിയ ഒരു ബോളാണ്. അടുത്ത നോക്കൂ, ഹോക്കി. ഹോക്കിക്ക് ഉപയോഗിക്കുന്ന ബോളാണ്, HOCKEY, ഹോക്കി. അടുത്ത നോക്കൂ, സ്ക്വാഷ്. സ്ക്വാഷ് SQUASH. സ്ക്വാഷ് ആണ്, ബ്ലാക്ക് കളറിൽ 2 ഡോട്ടുള്ള ബോളാണ്, അതെന്താണ്, സ്ക്വാഷ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ബോളുകൾ. അതിന്റെ ഷേപ്പുകളെല്ലാം നോക്കുക. നിങ്ങൾക്ക് എക്സാമിന് വരികയാണെങ്കിൽ ഈ ബോള് മാത്രമാണ് തരിക, ആ ബോള് ഏതാണ്, ഏതിന് ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ എഴുതണം. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പുറത്ത് നോക്കൂ, പേജ് നമ്പർ 31 നോക്കൂ. 31 ബോളുകൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ പേര്, റൈറ്റ് ദ നെയിം ഓഫ് ദ സ്പോർട്സ് വിച്ച് വി ഫോളോ, ദ ബോൾസ് ആർ അസോസിയേറ്റഡ്. ഏത് കളിക്കാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഓക്കെ.